السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. പ്രിയപ്പെട്ടവരെ, വായ്പ എന്ന പാഠത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അറബിയിൽ ആരിയത്ത് എന്നാണ് അതിന് പറയാം. നമ്മൾ വായ്പ വാങ്ങലും കൊടുക്കലൊക്കെ ഉണ്ടല്ലോ അല്ലേ? അത് സുന്നത്താണ്. മുസ്ലിമായ മനുഷ്യനെ സഹായിക്കലാണ്, വലിയ പുണ്യമുള്ള കാര്യമാണ്. കഴിഞ്ഞ പാഠത്തിൽ ഈ കൂട്ടുകൃഷി നടത്തുമ്പോൾ ഒരാളുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ മറ്റൊരാൾ വന്ന് കൃഷി ചെയ്ത് അതിൽ കിട്ടുന്ന ലാഭം ഓഹരി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട, അത്തരം ഒരു ഇടപാടിൽ ശ്രദ്ധിക്കേണ്ട കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. ഒന്നിരിക്കൽ അവിടെ ഉടമസ്ഥൻ അതിലേക്ക് വേണ്ട വിത്തുകളൊക്കെ ഇറക്കുക, ആ വിത്ത് ഇറക്കുന്നതിന് പ്രതിഫലമായിട്ട് ആ ഭൂമീൻ്റെ പകുതിയിൽ പണിക്കാരൻ ജോലി ചെയ്യുക. അതിൻ്റെ കൂലിയാണ് പകുതി വിത്ത്. അയാളെ പണിയും അതിൻ്റെ പ്രതിഫലമാണ്. ഭൂമിൻ്റെ പകുതി അയാൾക്ക് കൃഷി ചെയ്യാൻ വേണ്ടി വാടകയ്ക്ക് കൊടുക്കുന്നു. അതിന് പ്രതിഫലമായി അയാൾ എന്ത് ചെയ്യുന്നു? ബാക്കിയുള്ള ഭൂമിയിലും ഈ ഉടമസ്ഥ നൽകുന്ന വിത്തിറക്കുന്നു, പണിയെടുക്കുന്നു. അതല്ലെങ്കിൽ പണിക്കാരൻ വന്നിട്ട് നിങ്ങളോട് നിങ്ങളെ ഭൂമി കൃഷിക്ക് തരുമോ എന്ന് ചോദിക്കുമ്പോൾ കൊടുക്കുക. അപ്പോൾ നിങ്ങളിൽ നിന്ന് അയാൾ ഭൂമി എന്ത് ചെയ്യുന്നു? പാട്ടത്തിനെടുക്കുകയാണ്. അപ്പം പിന്നെ അയാൾ വിത്തിറക്കുകയാണ്. നിങ്ങളടുത്ത് പണിക്കാരനായിട്ട് വന്ന അയാൾ നിങ്ങളിൽ നിന്ന് പാട്ടത്തിനെടുക്കുകയാണ്. അപ്പോൾ അയാളാണ് വിത്തിറക്കുക. വിത്തിറക്കുമ്പോൾ അതിൻ്റെ പ്രതിഫലമായിട്ട് എന്ത് ചെയ്യുന്നു? നിങ്ങൾ അയാൾക്ക് പകുതി ഭൂമി കൊടുക്കുന്നു. ബാക്കിയുള്ള പകുതി ഭൂമിയിൽ അയാൾക്ക് വായ്പ കൊടുത്തിട്ട് അതിലും അയാളുടെ വിത്തുകൾ ഇറക്കുകയാണ്. ഈ രണ്ട് രീതിയിലുള്ള ഇടപാടുകളെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞത്. നമ്മൾ പതിവ് പോലെ മത്തിന് പറയാന്നുള്ളതാണല്ലോ നമ്മളെ രീതി. ആദ്യം മത്തിന് പറഞ്ഞാൽ നമുക്കൊരുപാട് കാര്യങ്ങളൊക്കെ കിട്ടും. വായ്പ, നമ്മുടെ നാട്ടിലൊക്കെ വായ്പ കൊടുക്കാറുണ്ട്. ഇപ്പോഴൊക്കെ വായ്പ വാങ്ങലും എടുക്കലൊക്കെ കുറവാണെങ്കിൽ പോലും അത് മനുഷ്യന് ഒഴിവാക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. വൈലുൽ മുസല്ലീന അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, ഖുർആനിൽ വല്ലദീന ഹും യുറാഊന വയംനഊനൽ മാഊൻ, നിസ്കാരത്തെ ഉപേക്ഷിക്കുന്ന അശ്രദ്ധരായ ആളുകൾക്ക് നരകത്തിൻ്റെ വയിലുണ്ട്. അല്ലദീന ഹും യുറാഊൻ, മറ്റുള്ളവർ കാണാൻ വേണ്ടി ഇബാദത്ത് ചെയ്യുന്ന, വയംനഊനൽ മാഊൻ, നിസാരമായ കാര്യങ്ങളൊക്കെ ആരെങ്കിലും വായ്പ ചോദിച്ചു വന്നാൽ അത് കൊടുക്കാത്ത ആളുകൾക്ക് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. വായ്പ വാങ്ങലും കൊടുക്കലും ഒക്കെ നല്ലതാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വായ്പ വാങ്ങിയിട്ടുണ്ട്. യുദ്ധത്തിൻ്റെ ഉപകരണം, ഒരു കുതിരയെയും ഒരു പടയങ്കിയും അല്ലാഹുവിൻ്റെ റസൂൽ ഒരു ജൂതനിൽ നിന്നാണ് എന്നാണ് ഓർക്കുന്നത്, ആരിൽ നിന്നാണെങ്കിലും. അപ്പോൾ അത് അയ്ബൊന്നുമല്ല വായ്പ വാങ്ങുക എന്നുള്ളത്. സാമൂഹ്യ ജീവിതത്തിൽ അതൊക്കെ ആവശ്യമായ കാര്യങ്ങളാണ്. അപ്പോൾ ഖുർആനിൽ പറഞ്ഞ ഈ ആയത്ത് തന്നെ മതിയാവും. നിസാര കാര്യങ്ങൾ വായ്പ കൊടുക്കുന്നത് തടയുക. ഒരു കത്തി, ഒരു ബക്കറ്റ്, ഒരു പാത്രം, ഒരു കുടുക്ക, ഇങ്ങനെ. അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിൽ നിന്നൊരു കുതിരനെ വായ്പ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഹുനൈൻ യുദ്ധത്തിൽ ഒരു പടയങ്കി വായ്പ വാങ്ങി. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇസ്ലാമിൻ്റെ തുടക്കത്തിൽ വായ്പ കൊടുക്കൽ നിർബന്ധമായിരുന്നു എന്നാണ്. പിന്നീട് അത് സുന്നത്തായിട്ട് മാറി. ചിലപ്പോൾ നിർബന്ധമാവും കേട്ടോ. അവറത്ത് മറക്കാനില്ലാത്ത ഒരാൾക്ക് വസ്ത്രം കൊടുക്കൽ നിർബന്ധമല്ലേ? അതുപോലെ തന്നെ കിണറ്റിൽ വീണ് ഒരാടും കുട്ടീനെ രക്ഷപ്പെടുത്താൻ വേണ്ടി കോണിയും കയറും ഒക്കെ വാടക കൊടുക്കൽ നിർബന്ധമല്ലേ? ഒരു മരിക്കാൻ പോകുന്ന അപകടത്തിൽപ്പെട്ട ഒരു രോഗിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി വായ്പ കൊടുക്കൽ, വാടകയല്ല, വായ്പ കൊടുക്കൽ നിർബന്ധമല്ലേ? അതൊക്കെ നിർബന്ധമായ കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് മത്തിലേക്ക് പ്രവേശിക്കാം. ഉടമസ്ഥതയിലുള്ള സാധനം, എൻ്റെ ഉടമസ്ഥതയിലുള്ള സാധനം ഉപകരിക്കാൻ വേണ്ടിയാണ് ഞാൻ വാടക കൊടുക്കുക. എൻ്റെ വീട്ടിലെ
കൊട്ട അല്ലെങ്കിൽ കൈക്കോട്ട് ഞാൻ വാടകയ്ക്ക് കൊടുക്കുകയാണ്. സ്വഹയാർത്തു ഐനിൻ, ഒരു വസ്തുവിന് വാടക എന്ന് പറയണം. വാടകൻ്റെ പാടത്തു നിന്ന് വായ്പയൊക്കെ എത്തിയിട്ടും ആ പദം ഇങ്ങനെ വായിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സാധനത്തിന് വായ്പ കൊടുക്കൽ സ്വഹിയാണ്, ഇൻതിഫായിന് ഉപകരിക്കാൻ വേണ്ടി. ഇൻതിഫായി മംലൂക്കിൻ, ഉടമസ്ഥതയിലുള്ള സാധനം, എൻ്റെ ഉടമസ്ഥതയിലുള്ള സാധനമല്ല എനിക്ക് വായ്പ എടുക്കാൻ പറ്റുള്ളൂ. മുബാഹിൻ, അനുവദനീയമായ ഹറാമായ സാധനം വായ്പ എടുക്കാൻ പറ്റില്ലല്ലോ. ഇതിലും വാചകങ്ങൾ ആവശ്യമാണ്. ബിലഫ്ദിൻ യുഷ്ഇറു ബിഇദ്നി ഫീ, സമ്മതമുണ്ട് എന്നറിയിക്കുന്ന പദത്തോടുകൂടെ, സമ്മതമുണ്ട് എന്നറിയിക്കുന്ന പദത്തോടുകൂടെ. ഉദാഹരണം ആയർത്തുക്ക, ഞാൻ നിനക്ക് വായ്പ തന്നിരിക്കുന്നു എന്നുള്ള പദങ്ങളൊക്കെ. അപ്പോൾ എൻ്റെ ഉടമസ്ഥതയിലുള്ള സാധനം, ആ വസ്തു എൻ്റെ ഉടമസ്ഥതയിലാവണമെന്നില്ല, അതിൻ്റെ ഉപകാരം ഉണ്ടായാലും മതി. ഉദാഹരണത്തിന് ഞാനൊരു വണ്ടി വാടകയ്ക്ക് എടുത്തതാണ്. ആ വാടകയ്ക്കെടുത്ത വണ്ടി എനിക്ക് വായ്പ കൊടുക്കാം. കാരണം വണ്ടി എൻ്റെ ഉടമസ്ഥതയിലല്ലെങ്കിലും ആ വണ്ടിയുടെ ഉപകാരം എൻ്റെ ഉടമസ്ഥതയിലാണല്ലോ. അതാണ് മംലൂക്കിൻ ദാലിക്കൽ ഇൻതിഫാവു എന്ന് പറയാൻ കാരണം. ഉപകാരം ഉടമസ്ഥതയുള്ള വസ്തു. പള്ളിക്ക് വഖഫ് ചെയ്യപ്പെട്ട ഒരു സ്ഥലമാണ്, ഒരു സാധനമാണ്, അത് വായ്പ കൊടുക്കാം. അത് പള്ളിൻ്റെ ഉടമസ്ഥതയിലല്ല, അതിൻ്റെ ഉപകാരം പള്ളീൻ്റെ ഉടമസ്ഥതയിലാണല്ലോ. ഏതായാലും ഉപകാരമുള്ള സാധനത്തിന് വേണ്ടി, ഉപകാരത്തിന് വേണ്ടി വായ്പ കൊടുക്കാൻ പറ്റുള്ളൂ. ലിൻതിഫായി യാറത്തു ഐനിൻ ലിൻതിഫായി അംലൂക്കിൻ എന്നാണ് പറയുന്നത്. പിന്നെ ലിൻതിഫായിന് ഉപകരിക്കാൻ വേണ്ടി വാടകയ്ക്ക് കൊടുക്കുക. അപ്പോൾ ഒരു വസ്തുവിന് വാടകയ്ക്ക് കൊടുക്കുക ഉപകരിക്കാൻ വേണ്ടി. എങ്ങനത്തെ വസ്തു? മംലൂക്കിൻ, വായ്പ കൊടുക്കുന്നവൻ്റെ ഉടമസ്ഥതയിൽ ഉള്ള. മംലൂക്കിൻ എന്നുള്ള സിഫത്താണ്, ഐനിൻ എന്നതിന് സിഫത്ത്. എങ്ങനത്തെ വസ്തുവിനെ വാടക കൊടുക്കുന്നത്? മംലൂക്കിൻ, അതിൻ്റെ ഉപകാരം ആർക്ക് ഉടമസ്ഥതയിലുള്ളതാവണം? വായ്പ കൊടുക്കുന്നതിന് ഉടമസ്ഥതയിലുള്ളതായ. ബിലഫ്ദിൻ ഫീഹി, സമ്മതമുണ്ടെന്ന് അറിയിക്കുന്ന ഒരു വാചകത്തോടുകൂടെ. അർത്തുക അബഹത്തുക, ഞാൻ നിനക്ക് ഹലാലാക്കി തന്നു എന്നൊക്കെ പറയുന്നത് അതിൻ്റെ വാചകമാണ്. ഒരു സാധനം വായ്പ വാങ്ങിയാൽ അത് നശിച്ചാൽ അതിന് ഉത്തരവാദിയാകുമോ അല്ലേ എന്നാണ്. നിങ്ങൾ എന്നോട് ഒരു കാറ് വായ്പ വാങ്ങി, ആ കാറ് ഉപയോഗിച്ചു കൊണ്ടിരിക്കെ കേട് വന്നാൽ നിങ്ങൾ ഉത്തരവാദിയല്ല. അല്ലാത്ത വിധത്തിൽ അത് കേട് വന്നാൽ, അത് ആരോ കട്ടുണ്ടോയി അല്ലെങ്കിൽ ആരെങ്കിലും അത് കേടുവരുത്തി, ഇങ്ങനെയൊക്കെ ആകുമ്പോൾ എന്താവും? ഉത്തരവാദിയാവും. എന്തിനാ ഉത്തരവാദിയാകുക? അത് മുഴുവൻ നശിച്ചിട്ടുണ്ടെങ്കിൽ അത് മുഴുവനും ഉത്തരവാദിയാകും. ഒരു ഭാഗം മാത്രമേ നശിച്ചിട്ടുള്ളൂ എങ്കിൽ എത്ര പൈസയാണോ അതിൽ കുറവ് വന്നിട്ടുള്ളത് ആ നഷ്ടം കൊടുക്കണം. അത് നഷ്ടത്തിന് അറുഷ് എന്നാ പറയാം, നഷ്ടം. നോക്കൂ, യജിബു അലാ മുസ്തഈരിൻ, വായ്പ വാങ്ങിയ ആൾക്ക് നിർബന്ധമാണ്. മുഈർ എന്ന് പറഞ്ഞ വായ്പ കൊടുക്കുന്ന ആളെന്നും മുസ്തഈർ എന്ന് പറഞ്ഞ വായ്പ വാങ്ങിയ ആളെന്നുമാണ്. കാരണം എന്താ? ആറ എന്നുള്ള അഫല വസനല്ലേ, വായ്പ കൊടുത്തു. ഇസ്തആറ എന്ന് പറഞ്ഞാൽ ഇസ്തഫല വസനാണ്. അപ്പം വായ്പ വാങ്ങി എന്നാണ് അർത്ഥം. അപ്പോൾ ആറിൻ്റെ ഇസ്ം ഫായിലാണ് മുഈർ, വായ്പ കൊടുക്കുന്നവൻ. ഇസ്തആറിൻ്റെ ഇസ്ം ഫായിലാണ് മുസ്തഈർ, വായ്പ വാങ്ങിയവൻ. അപ്പോൾ വായ്പ വാങ്ങിയാൽ നിർബന്ധമാകും ലമാനു ഖീമത്തിൻ, അതിൻ്റെ വിലക്ക് ഉത്തരവാദിയാകൽ. യൗമ തലിഫിൻ, അത് നശിച്ച ദിവസത്തിലുള്ള വില. നമ്മൾ വായ്പ വാങ്ങിയ ദിവസത്തെ വില അല്ല നോക്കുക, അത് നശിക്കുമ്പോൾ എത്രയാണോ വില ഉള്ളത് അത് എത്രയായാലും അതിൻ്റെ വിലക്ക് ഉത്തരവാദിയാകും. ആർക്കാണ് വില കൊടുക്കേണ്ടതിലും വായ്പ കൊടുത്താക്ക്, തന്നാക്ക്. പക്ഷേ ആ നാശം ലാബിസ്തിമാൻ, ഉപയോഗിച്ചത് കൊണ്ടുള്ള നഷ്ടമല്ല. ഉത്തരവാദിയാകുന്ന നഷ്ടം ഏത് വിധത്തിലുള്ള നഷ്ടമായിരിക്കണം? ലാബിസ്തിമാരിൻ, ഉപയോഗിച്ചത് കൊണ്ടുള്ള നഷ്ടമല്ലാത്ത വിധത്തിലുള്ള നാശത്തിന് ഉത്തരവാദിയാകും.
ഒരു വസ്ത്രം നിങ്ങൾ വാടകയ്ക്ക് വാങ്ങിനോട്, ആ വസ്ത്രം ധരിച്ചു, ആ ധരിച്ചതിൻ്റെ പേരിൽ കേട് വന്നാൽ അതിന് ഉത്തരവാദിയാവില്ല. മറ്റൊന്ന് ഖുർആൻ. ഇനിയിപ്പോൾ വായ്പ വാങ്ങിയ സാധനം തിരിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ആരുടേതാണ്? അതുകൂടെ പറയണമല്ലോ. തിരിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്തം വായ്പ വാങ്ങിയ ആളതാണ്, മുസ്തഈറിന്. അപ്പോൾ അത് തിരിച്ചു കൊടുക്കാൻ എന്തൊക്കെ ചിലവ് വരുമോ? വായ്പ തന്ന ആളെ വീട്ടിലേക്ക് കൈവശത്തിലേക്ക് എത്തിച്ചു കൊടുക്കാൻ എത്ര ചിലവ് വരുമോ? ആ ചിലവൊക്കെ വായ്പ വാങ്ങിയ ആളാണ് വഹിക്കേണ്ടത്. എൻ്റെ അടുത്ത് നിന്നൊരു കാറ് വായ്പ വാങ്ങിയാലേ ആ കാറ് തിരിച്ചു തരാനുള്ള എണ്ണ അടിക്കേണ്ടത് അയാളാണ്. വഅലൈഹി, വായ്പ വാങ്ങിയാളുടെ നിർബന്ധമാണ് മൗനത്തു റദ്ദിൻ ലിൽ മുആരി, വായ്പ വാങ്ങപ്പെട്ട സാധനം. മുആർ എന്ന് പറഞ്ഞാൽ വായ്പ വാങ്ങപ്പെട്ട വസ്തു എന്നാണ്. ഇസ്മഫൂലാണ്. മുഈർ വായ്പ വാങ്ങിയവനും ഇസ്മഫൂലാണ് മുആർ വായ്പ വാങ്ങപ്പെട്ടതും. അത് തിരിച്ചു നൽകാനുള്ള ചിലവ് വഹിക്കണം. സാധനത്തിൻ്റെ ചിലവ് ഞാനാണ് വഹിക്കേണ്ടത്. നിങ്ങൾക്ക് ഞാനൊരു സാധനം വായ്പ തന്നിട്ടുണ്ടെങ്കിൽ ആ വസ്തുവിന് വരുന്ന ചിലവ് വായ്പ തന്ന ആളാണ് വഹിക്കേണ്ടത്. പക്ഷെ തിരിച്ചു തരാനുള്ള സാധനം ആരാണ്? ചിലവ് വായ്പ വാങ്ങിയ ആളാണ് വഹിക്കേണ്ടത്. വലിക്കുല്ലിൻ റുജൂൻ, ഓരോരുത്തർക്കും ഈ വായ്പ ഇടപാടിൽ നിന്ന് പിന്മാറാവുന്നതാണ്. എനിക്ക് ആവശ്യമുള്ള നേരത്തെ എന്ത് ചെയ്യുക, എനിക്ക് തിരിച്ചു തരാം, അല്ലെങ്കിൽ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും തിരിച്ചു തരാം. അത് രണ്ട് കൂട്ടർക്കും അവകാശമുണ്ട്. ഇത് ഇജാറത്ത് മാതിരിയല്ല, ഇത് ലാസിമല്ലാത്ത അഖദാണ്. അപ്പോൾ അങ്ങനത്തെ അഖദാവുമ്പോൾ അത് എപ്പോഴും തിരിച്ചു തരാനും തിരിച്ചു കൊടുക്കാനൊക്കെ വാങ്ങാനൊക്കെ അധികാരമുണ്ടാകും. അതാണ് റുജൂ എന്ന് പറഞ്ഞാൽ. ഒരു 10 വർഷത്തിന് വായ്പ എന്ന സാധനം 5 ദിവസം തന്നെ തിരിച്ചു തരാം. 10 വർഷത്തിന് വായ്പ എന്ന സാധനം 5 ദിവസം വേണമെങ്കിൽ എനിക്ക് തിരിച്ചു വാങ്ങാം, ഇപ്പം തന്നെ തിരിച്ചു വാങ്ങാം. ഓക്കെ. ഞാനൊരു ഉപകാരം ചെയ്ത് എനിക്ക് ബുദ്ധിമുട്ടാകാൻ പാടില്ലല്ലോ. ചിലപ്പോൾ ഞാൻ അത് ആരെങ്കിലുമൊക്കെ സൂക്ഷിക്കട്ടെ എന്ന് എഴുതിയിട്ടായിരിക്കും ഞാനത് വായ്പ തന്നിട്ടുണ്ടാവും. ഒരു കൊല്ലം നിൻ്റെ കയ്യിൽ നിന്നോട്ടെ എന്ന് എഴുതിയിട്ട്. അതെനിക്ക് ലാഭമായിരിക്കും. അതുകൊണ്ട് തന്നെ അയാൾക്ക് എപ്പോഴും തിരിച്ചു തരാം. ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഇതിൻ്റെ ആമുഖം കൂടെ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വിഷയത്തിലേക്ക് കിടക്കാം. ആമും ഫിൽ ആരിയത്തി തസ്തീദിൽ യായി വ തഖ്ഫീഫിഹ, യാവിന് ശ്രദ്ധ കൊടുത്തിട്ടും ശ്രദ്ധ കൊടുക്കാതെയും വായിക്കാം. ആരിയത്ത് വഹിയ, ആരിയത്ത് എന്ന വാക്ക് ഇസ്മുല്ലിമായി വായ്പ നൽകുന്ന വസ്തുവിൻ്റെ പേരാണ്. അപ്പം എൻ്റെ മൊബൈൽ ഞാൻ നിങ്ങൾക്ക് വായ്പ തരികയാണെങ്കിൽ എൻ്റെ മൊബൈലിനാണ് എന്ത് പറയുക, ആരിയത്ത് എന്ന് പറയാം. എന്നാൽ വലിൽ ആഖ്ദി, ഇടപാടിനും പറയാം. ഇടപാടിനും ആരിയത്ത് എന്ന് പറയാം. എങ്ങനത്തെ ഇടപാടാലും മുതലമ്മിനി ലിബാഹത്തിൽ ഇന്തിഫായി, ഉപകരിക്കൽ അനുവദിക്കുന്നതിനെ ഉൾക്കൊള്ളിക്കുന്ന ആഖദ്. ഈ ആരിയത്താണ് ആഖദിൻ്റെ പ്രത്യേകത എന്താ? അൽ മുതലമ്മിനി ലിബാഹത്തിൽ ഇന്തിഫായി, ഇതുകൊണ്ടുള്ള ഉപകാരത്തെ അനുവദിക്കുന്ന ഇടപാടാണ്. എങ്ങനത്തെ ഇടപാട്? അൽ മുതലമ്മിനി ലിബാഹത്തിൽ ഇന്തിഫായി, അതുകൊണ്ടുള്ള ഉപകാരത്തെ അനുവദിക്കുന്ന വിധത്തിലുള്ള ഇടപാട്. ഈ മൊബൈൽ ഞാൻ നിങ്ങൾക്ക് വായ്പ എന്നാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് കോൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഞാൻ അനുവാദം തന്നു എന്നാണ്. അപ്പോൾ ഏത് സാധനമാണ് വായ്പ ഉപകരിക്കാൻ കൊടുക്കുക? ബിമാ യഹിലുൽ ഇന്തിഫാഉ ബിഹി, ഉപകരിക്കൽ അനുവദനീയമായ വസ്തു. ആ ഉപകരിക്കൽ എങ്ങനെയായിരിക്കണം? ആ ബക്കായ ഈ വസ്തു നിലനിൽക്കലോട് കൂടിയായിരിക്കണം. ഞാൻ നിങ്ങൾക്ക് പഞ്ചസാര വായ്പ എന്നാൽ ശരിയാവില്ല. കാരണം പഞ്ചസാരൻ്റെ ഉപയോഗത്തോടു കൂടി എന്ത് നടക്കുന്നുണ്ട്? വസ്തു നശിക്കുന്നുണ്ട്. അപ്പോൾ വസ്തു നിലനിൽക്കണം. മൊബൈൽ തരാം, ബൈക്ക് തരാം, ഉപയോഗിച്ചാലും ബൈക്ക് ബാക്കിയുണ്ടാവും. ഉപ്പ് എങ്ങനെ വായ്പ തരിക? സോപ്പും സാബുനും എങ്ങനെ വായ്പ തരിക? കറി എങ്ങനെ വായ്പ തരിക? അതൊക്കെ ഉപയോഗിക്കലോട് നശിക്കൂലേ? അപ്പോൾ വസ്തു ബാക്കിയാവണം. ആ ബക്കായ അനിഹി, വസ്തു ബാക്കിയാവുന്നതിനോട് കൂടെ. അപ്പോൾ എന്തിനാണ് നിങ്ങൾക്ക് അനുവദിച്ച് തരുന്നത്? ലിയറുദ്ദഹു, അതിനെ തിരിച്ചു തരാൻ വേണ്ടി. ഞാൻ നിങ്ങൾക്ക് സദഖ തരുന്നത് തിരിച്ചു തരാൻ വേണ്ടിയല്ല, വായ്പ തരുന്നത് ലിയറുദ്ദഹു തിരിച്ചു തരാൻ വേണ്ടിയാണ്. ഈ ആരിയത്ത് എന്ന പദം എവിടെ നിന്നാണ് ഉണ്ടായത്? ആറ എന്ന വാക്കിൽ നിന്നാണ്. ഇത് ആറിൻ്റെ അർത്ഥം ദഹബ വജാബിസുറാത്തിൻ, പോയി പെട്ടെന്ന് വന്നു എന്നർത്ഥമുള്ള, പോയി പെട്ടെന്ന് വന്നു എന്നർത്ഥമുള്ള ആറ എന്ന പദത്തിൽ നിന്നാണ് ആരിയത്ത് എന്ന പദം ഉണ്ടായത്. വായ്പ സാധനം പെട്ടെന്ന് തിരിച്ചു വാങ്ങുമല്ലോ, പെട്ടെന്ന് പോകും, തിരിച്ചു വരും, നമ്മുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരും, കൂടുതൽ കാലം നിൽക്കില്ല. ആ കത്തി ഒന്ന് വായ്പോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക? ഉപകാരം കഴിഞ്ഞാൽ ഉടനെ തിരിച്ചു വരും. ഒരു പാത്രം, ഒരു ചെമ്പ് വായ്പ വാങ്ങിയാൽ എന്താ ഉണ്ടാവുക?
ആ വായ്പ വാങ്ങിയ സാധനം പെട്ടെന്ന് തിരിച്ചു കൊടുക്കണം എന്നാണ് പറയാം. വായ്പ വാങ്ങിയ സാധനങ്ങളാണ് ആദ്യം തിരിച്ചു കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് ആറ എന്ന വാക്കിൽ നിന്നാണ് ആരിയത്തുണ്ടായത്, പെട്ടെന്ന് തിരിച്ചു കൊടുക്കുന്ന സാധനം. അല്ലാതെ ലാമിനല്ല ആർ എന്ന പദത്തിൽ നിന്നല്ല കേട്ടോ. ആറ് പറഞ്ഞാൽ ന്യൂനത എന്നാണ്. ന്യൂനത എന്നർത്ഥത്തിൽ നിന്നല്ല. പിന്നെ ആറ എന്ന പെട്ടെന്ന് പോയി മടങ്ങി വന്നു എന്നർത്ഥത്തിനല്ല. വയ്യ മുസ്തഹബത്തിന്, അത് സുന്നത്താണ്. അസാലത്തിന് അടിസ്ഥാനപരമായിട്ട് ആരിയത്തിൻ്റെ ഹുക്മ് സുന്നത്ത് എന്നാണ്. കാരണം ഈ ശിദ്ദത്തിൽ ഹാജത്തിലിഹ, ഈ വായ്പ നൽകുക എന്നുള്ളത് വളരെ ശക്തമായ ഒരാവശ്യമാണല്ലോ. അപ്പോൾ ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ചു കൊടുക്കുക എന്നുള്ള വലിയ പുണ്യമുള്ള കാര്യമല്ലേ. വക്കത്തജിബ് ചിലപ്പം നിർബന്ധമാവും കേട്ടോ. കയ്യാറത്തി സോബിൻ, വസ്ത്രം വായ്പ കൊടുക്കുക. എങ്ങനത്തെ വസ്ത്രം, എങ്ങനത്തെ വായ്പ? തവക്കഫത്ത് സിഹത്തു സ്വലാത്തി അലൈഹി, നിസ്കാരം സഹിയാകണമെങ്കിൽ ഈ വസ്ത്രം നിർബന്ധം, ഈ വായ്പ കൊടുക്കൽ നിർബന്ധമാണ്. തവക്കഫത്താണ് നിർബന്ധമാണ്, അനിവാര്യമാണ്. അങ്ങനത്തെ വസ്ത്രം വായ്പ കൊടുക്കുക. അതുപോലെ വമാ യുൻഖിദു ഗരീഖൻ, ഒരു വെള്ളത്തിൽ മുങ്ങുന്ന ആൾക്ക് അയാളെ രക്ഷപ്പെടുത്താനുള്ള ഉപകാരങ്ങൾ വായ്പ കൊടുക്കുക. അങ്കത എന്ന വാക്കിനർത്ഥം രക്ഷപ്പെടുത്തി എന്നാണ്. ഗരീഖ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ മുങ്ങുന്നവൻ. ഔ യുസ്ബഹു ബിഹി ഹയവാൻ മുഹ്തറമൻ, ഒരു തിന്നാൻ പറ്റുന്ന ജീവി, ഒരു സംരക്ഷിക്കപ്പെടേണ്ട ജീവിയെ അറുക്കാൻ ആവശ്യമായ ഉപകരണം വായ്പ കൊടുക്കും പോലെയും. അപ്പോൾ അതൊക്കെ നിർബന്ധമായ കാര്യമാണ്. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് സുന്നത്താണ്. ചിലപ്പോൾ എന്താവും, കറാത്താവും, ഹറാമാകും ഒക്കെ ഉണ്ട്. ഒമാ, ഒരു സാധനം വായ്പ കൊടുക്കുക. യുങ്കിതു, അത് രക്ഷപ്പെടുത്തും. ഗരീഖൻ, വെള്ളത്തിൽ മുങ്ങുന്നവനെ. പിന്നെ അപ്പോൾ വായ്പ കൊടുക്കൽ നിർബന്ധമാണ്. അതുപോലെ തന്നെ അറുക്കേണ്ട ഉപകരണം വായ്പ കൊടുക്കുക. യാറത്യമായ ബഹുബി, കത്തിയൊക്കെ നിർബന്ധമാണ്. അറക്കൽ നിർബന്ധമൊന്നുമില്ല, പക്ഷേ അത് ജീവൻ പോവുകയാണെങ്കിൽ പിന്നെ നമ്മളെ രക്ഷപ്പെടുത്താൻ ആവശ്യമായ ഉപകരണം എന്ത് ചെയ്യണം? അപ്പം ചിലപ്പോൾ അനുവദനീയമായതിന് സുന്നത്തൊന്നും ഇല്ലാത്ത മുതലാളിമാർക്ക് വായ്പ കൊടുക്കുക. വസ്ത്രം ഇഷ്ടം പോലെ ഉണ്ട്, അയാൾക്ക് പിന്നെ എന്തിനാ വായ്പ കൊടുക്കണ്? അത് സുന്നത്തൊന്നുമല്ല, അനുവദനീയം എന്നേ പറയാൻ പറ്റുള്ളൂ. വസല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.